എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വീഡിയോ നിങ്ങൾ തീർത്ത് കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീഡിയോ ക്ലിപ്പ് അവസാനം കാണിപ്പിക്കാം, കേൾപ്പിക്കുകയും ചെയ്യാം. ഞാൻ വീഡിയോ ചെയ്യുവാനുള്ള മുഖ്യ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഗതാഗത മന്ത്രിയായ ജോൺ, ബഹുമാനപ്പെട്ട മന്ത്രി ചില പെന്തക്കോസിനെ പറ്റി ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ചില കാര്യങ്ങളെ നിങ്ങളോട് സംസാരിക്കാം. ശരിയാണ്, പുള്ളി പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഒന്നാമത് ചിന്ത, പുള്ളി നടന്നു പോകും വഴിയോരങ്ങളിൽ അമ്മച്ചിമാരും അപ്പച്ചന്മാരും സഹോദരങ്ങളൊക്കെയും ചെറിയ ലഘുലേഖകൾ കൊടുത്തും ചെറിയ ബോക്സ് കെട്ടിവെച്ചും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, കവലപ്രസംഗം നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമെന്ന് പുള്ളി എടുത്തു പറയുന്നുണ്ട്. പുള്ളി അടുത്ത് പറയുന്ന ഭാഗമാണ് ഗവൺമെൻറ് പരാജയപ്പെട്ട, സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്ത് അവർ വിചാരിച്ചിട്ട്, അവർ പ്രയത്നിച്ചിട്ട് നേടാൻ കഴിയാത്ത പല വിഷയങ്ങളുടെ മേലും ജയിക്കുവാൻ ഈ സുവിശേഷ പ്രസംഗത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി സവിസ്തരം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. പുള്ളി ശ്രദ്ധിക്കണം, പുള്ളി സംസ്ഥാനത്തിൻ്റെ ഒരു ഗതാഗത മന്ത്രിയാണ്, ഒരു വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്, പ്രധാനപ്പെട്ട വകുപ്പ് വഹിപ്പിക്കുന്ന മന്ത്രിയാണ് താൻ. അവിടെ പുള്ളി പറയുന്നത് കണ്ടോ, ശരിയാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിന് കഴിയാത്തത്, ഇത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഏത് മതങ്ങൾ, ഏത് രാഷ്ട്രീയ സംവിധാനങ്ങളിലെ സർക്കാരായാലും അവർക്ക് കഴിയാത്തത് ഇവിടുത്തെ സുവിശേഷ പ്രസംഗത്തിനും കവലപ്രസംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനേക ഗുണ്ടകളെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്, അനേക മദ്യപാനികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അനേക കഞ്ചാവടിക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ ഈ സുവിശേഷ പ്രസംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇന്നത്തെ സഭയിലെ മിക്ക പാസ്റ്റേഴ്സ് ആയാലും സുവിശേഷത്തിൽ നിന്ന് നിൽക്കുന്നവരായാലും ഒരു കാലത്ത് അവർ കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ കൊള്ളരുതാത്തവരെ തീർന്നവരാണ്. പക്ഷെ ഇന്നവരെ നരപൂജയായിരുന്ന പലരെയും ഈ തിരുവചനം നരസ്നേഹികളാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ കവലപ്രസംഗം കൊണ്ടും സുവിശേഷ പ്രസംഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അപ്പനമ്മമാർക്ക് മക്കളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, മക്കൾക്ക് അപ്പന്മാർ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുപോലെ സഹോദരങ്ങൾക്ക് പ്രിയ സഹോദരങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നല്ല യുവാക്കളായി യുവതികളായി മാറുവാൻ ഈ സുവിശേഷ പ്രസംഗത്തിനും കവലപ്രസംഗത്തിനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പുള്ളി എടുത്തു പറയുന്നത് കണ്ടോ, വാളെടുത്ത ഒരുവൻ അവൻ കീബോർഡ് എടുത്തെന്ന. ശരിയാണ്, ഇവിടെ അക്രമങ്ങളായി നടന്നവർ, ദേശത്ത് പ്രശ്നമുണ്ടാക്കി നടന്നവർ, ദേശ സമാധാനം നശിപ്പിച്ച് നടന്നവർ, ഇന്ന് പലരും കീബോർഡിസ്റ്റുകളും യേശുവിനെ പ്രസംഗിക്കുന്ന പാട്ടുകാരും യേശുവിനെ പ്രസംഗിക്കുന്ന സുവിശേഷകരുമായി ഇന്ന് മാറിയിട്ടുണ്ട്. അത് പുള്ളി പറയുന്നത് ഭയങ്കര യാഥാർത്ഥ്യമാണ്, ആരും പറയാത്തതാണ് പുള്ളി പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കെതിരെ പുള്ളിക്കെതിരെ തെറിവിളിക്കുക ഒത്തിരി കമന്റ് കണ്ടിട്ടുണ്ട്. കാര്യം ഇതെല്ലാവർക്കും അറിയാമെങ്കിലും ഇതാരും അംഗീകരിക്കത്തില്ല. കാര്യം അംഗീകരിച്ചാൽ പിന്നെ ഇത് മതം മാറ്റുന്ന ഒരു സംവിധാനമായി മാറും, അനേക കൂട്ടത്തോടെ കടന്നു വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പലർക്കും ഈ സത്യം അറിയാമെങ്കിലും അവർ എന്ത് ചെയ്യുന്നത്, ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. പുള്ളി പറഞ്ഞ ഭയങ്കര ഭാഗമാണ്. താൻ യാത്ര ചെയ്യുമ്പോൾ കവലകളിൽ അമ്മച്ചുമാരും അപ്പച്ചന്മാരും പ്രിയപ്പെട്ടവരും ലഘുലേഖകൾ കൊടുത്തും ചെറിയ ബോക്സ് കെട്ടിവെച്ച് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുമാറിയിട്ടുണ്ടെന്ന് അറിയാമോ? കവല പ്രസംഗങ്ങൾ കൊണ്ട്, ഈ പെന്തക്കോസിൻ്റെ ആരാധനകളും പ്രാർത്ഥനകളും യേശുവിൻ്റെ സുവിശേഷവും കൊണ്ട് എത്രയോ കുടുംബത്തിന് കണ്ണുനീരുമാറിയിട്ടുണ്ട്. പുള്ളി അവിടെ സ്പെസിഫിക്കായി എടുത്തു പറയുന്ന വിഷയമാണ് ആത്മഹത്യ. ശരിയാണ്, അനേക കുടുംബങ്ങളിൽ ആത്മഹത്യ വക്കോളം നിന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചു മാറിയ, അല്ലെങ്കിൽ ഒരുപാട് പാസ്റ്റർമാർ പ്രാർത്ഥിച്ചും സുവിശേഷം പ്രസംഗിച്ചും കവലകളിൽ കടഭാരം കൊണ്ടും മദ്യപാനം കൊണ്ടും കുടുംബ സമാധാനമില്ലാതെ കവലകളിൽ വഴിയോരങ്ങളിൽ വൈകുന്നേര സമയത്ത് കുത്തിയിരിക്കുന്ന സമയത്തായിരിക്കാം ഏത് പാസ്റ്റർമാരും ലഘുലേഖ കൊണ്ടുകൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗങ്ങൾ പ്രസംഗിച്ചോ ഇവരെ ചെവിയിൽ കേൾപ്പിക്കുന്നത്. ആ ടൈമിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ എത്ര പേര് വന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, എനിക്കിനി മദ്യപാനം നിർത്തണം, ഇതുവരെയും എന്നെ ആര് പറഞ്ഞിട്ട് മനസ്സിലായില്ല, നിങ്ങൾ പ്രസംഗത്തിൽ എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾ അവരെ നമ്പർ വാങ്ങി അവരെ സഭയിൽ ചേർക്കാൻ ഞങ്ങൾ പിന്നാലെ മതം മാറ്റാനൊന്നും പിന്നാലെ പോയിട്ടില്ല. ഇന്നും ആ പ്രസംഗങ്ങൾ കേട്ട് അനേക കുടുംബങ്ങളിൽ വഴിയോരങ്ങളിൽ പ്രസംഗങ്ങൾ കേട്ട് എത്രയോ സഹോദരങ്ങൾ മദ്യപാനം മാറി കുടുംബജീവൻ നയിക്കുന്നുണ്ടെന്നറിയാമോ? അപ്പോൾ ഇത് പലർക്കും പണ്ട് ഈ പെന്തക്കോസ് സമൂഹത്തെ പലരും അധിക്ഷേപിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഏത് പെന്തക്കോസ് ദൈവദാസന്മാർക്കൊക്കെ ബഹുമാനമാണ്. കാര്യം അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മീയ സുവിശേഷം കുടുംബം ആശ്വാസം പകർന്നിട്ടുണ്ട്.
ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ആ മന്ത്രി കറക്റ്റാണ്. എത്ര സത്യമായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറഞ്ഞ വാക്കിനെ, മന്ത്രി പറഞ്ഞ വാക്കിനെ ഞാൻ ഇതിനകത്ത് ആ വീഡിയോ ആഡ് ചെയ്യാം. നിങ്ങളത് കേൾക്കണം പ്ലീസ്. നിന്ന് പ്രസംഗിക്കുക, അതാണല്ലോ പെന്തക്കോസ്ത് സഭയുടെ പ്രത്യേകത. ഈ സ്റ്റാൻഡൊക്കെ പിന്നെ വന്നത് അല്ലേ? പെന്തക്കോസ്തിലെ പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാര് അവരിൽ നിന്ന് റോഡിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗമൊക്കെ നിസ്സാര പ്രസംഗമാണോ? ആരും കേൾക്കാനുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊണ്ടാ, കേട്ടവർക്ക് കൊള്ളാം എന്നുള്ളതാണ് അന്നത്തെ പാസ്റ്റർമാരുടെ രീതി അല്ലേ? കേൾക്കാത്തവർക്ക് പോയി, അത്രയേ ഉള്ളൂ. ഒരിക്കൽ ഒരു മഹാരാജാവ്, ശ്രീമല മഹാരാജാവ് പന്തളം വഴി നടന്നു പോയപ്പോ, നിങ്ങൾ ആ പേര് കേട്ടിട്ട്, കാണ്ടമ്മ എന്നുള്ളൊരു സ്ത്രീയുണ്ട്. കാണ്ടമ്മ വലിയൊരു വർക്കറാണ്. അവര് മഹാരാജാവ് കടന്നു പോകുമ്പോ അവര് പ്രസംഗിച്ചു. ഇന്നത്തെ പോലെ ആരും പിടിച്ചു മാറ്റി തള്ളിയൊന്നും ഇല്ല. പന്തളം ജംഗ്ഷനിൽ ബൈബിൾ പ്രസംഗിച്ചു. അപ്പൊ ശ്രീമല രാജാവിന്റെ വാഹനം പോകുമ്പോ രാജാവ് നോക്കി. 100 വർഷം മുമ്പാണ്. അപ്പൊ രാജാവ് അത് കണ്ടാൽ രാജാവ് അവരെ എടുത്ത് മാറ്റാണെന്നും പറഞ്ഞില്ല. ഇപ്പോഴാണ് എടുത്ത് അറിയുവാൻ. പാർട്ടിയുടെ പ്രവർത്തനം പറഞ്ഞു, അവൻ അതൊക്കെ നിർത്തിയപ്പോ കീബോർഡ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അത് പെന്തക്കോസ്ത് സഭയുടെ കീബോർഡ് വായനക്കാരനാണ്. അപ്പൊ വാള് താഴെ വെച്ച് കീബോർഡ് എടുത്തു. നല്ലതല്ലേ? അവന്റെ കുടുംബത്തിൽ സമാധാനം വന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? അല്ലേ? അപ്പൊ ഇത് സത്യത്തിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും, ഞാനടക്കമുള്ള എല്ലാ പാർട്ടികളും പരാജയപ്പെടുത്ത് ഒരു സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കാൻ ഇന്ന സഭ എന്നില്ല, നിങ്ങൾ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചു. ഞാൻ അതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഞാൻ ഈയിടെ വേറൊരു മിനിസ്ട്രിയുടെ പരിപാടിക്ക് പോയപ്പോ അവര് ചെയ്യുന്ന വർക്ക്, ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. പാവപ്പെട്ട ആളിലാണ് ആത്മഹത്യ, പണക്കാരെ ആത്മഹത്യ നിങ്ങൾ ഓട്ടക്കുറവല്ലേ അല്ലേ? 100 ആത്മഹത്യ നടന്നാൽ അതിൽ പണക്കാരന്റെ ആത്മഹത്യ ഒന്നേ ഉണ്ടാവും. പാവങ്ങൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വഴക്കുണ്ടാക്കി ആത്മഹത്യ. ഞാൻ ഇടത്തേടെ മനസ്സിലാക്കിയ ചില മിനിസ്ട്രികൾ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത്, അവര് ദൈവികമായിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾക്ക് മറ്റൊരു ജീവൻ, മറ്റൊരു ജീവിതം സ്വർഗത്തിൽ നിന്ന് കിട്ടും, ഇവിടെ മരിക്കേണ്ടത് നിങ്ങളെ കൊല്ലം, നിങ്ങൾ സ്വയം മരിക്കരുത് എന്നതായിരിക്കും അവർ പറയുന്ന അവരുടെ ദൈവികമായ ഭാഷ്യമെങ്കിലും എത്രയോ കുടുംബങ്ങൾ, ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിന്റെ ഫലമായി ഇന്ന് അനാഥരായി തീർന്നിരിക്കല്ലേ? എനിക്കൊരു കുടുംബത്തെ അറിയാം. അമ്മ ആത്മഹത്യ ചെയ്തു, കുറച്ചു ദിവസം കഴിഞ്ഞ അച്ഛനും ആത്മഹത്യ. ഈ കുട്ടികളല്ലേ? അപ്പൊ ഈ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരുടെ മുന്നിലും അത് പറയുന്നതിനൊരു പ്രയാസവും ഇല്ല. തെരുവിൽ നിന്ന്